തിരുവനന്തപുരത്തുള്ള ക്യാൻസർ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻസർ രജിസ്ട്രിയിലെ കണക്കുകളനുസരിച്ചിട്ട് RCCയിൽ വരുന്ന രോഗികൾ അല്ലെങ്കിൽ ക്യാൻസറായിട്ട് വരുന്നവരിൽ എത്രത്തോളം പേര് ഈ ഓരോ ക്യാൻസറും കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ആധികാരികമായ കണക്ക് ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ ഒരു മീറ്റിങ്ങിൽ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സ്തനാർബുദം വരുന്ന ആൾക്കാർ 3 വർഷം കഴിഞ്ഞിട്ടും ഏതാണ്ട് 70% പേർ അത് പൂർണ്ണമായിട്ടും ഭേദമാകുന്നു. അത് എല്ലാ സ്റ്റേജുകളും കൂടിയിട്ടാണ്. ഞാനൊന്ന് ഇടയ്ക്ക് പറഞ്ഞോട്ടെ, അപ്പോൾ 100 പേര് ശരിക്കും ക്യാൻസർ രോഗിയായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ രോഗം കണ്ടുപിടിക്കപ്പെടുമ്പോൾ 70 പേരും രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഈ പുതിയ കണക്കിന്റെ വെളിച്ചത്തിൽ ക്യാൻസറിനെ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ അതിൽ 70 പേര് രക്ഷപ്പെടുന്നു, 30 പേർക്ക് മാത്രം. അതും എല്ലാ സ്റ്റേജുകളും കൂട്ടിയിട്ട്. അതാണ് സ്റ്റേജ് 1, 2, 3, 4. ഇപ്പം നാലാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല, ഇൻക്യൂറബിൾ എന്ന് പറയാം. ആ ഒരു സ്ഥിതി ആണെങ്കിൽ പോലും ഇതിൽ 70% പേരും നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ കണക്കിൽ ചോദിച്ചത്. ഇതെങ്ങനെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങളോട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം അമേരിക്ക ആണ് നമുക്ക് ഏറ്റവും അധികം ആധികാരികമായ, അവർക്ക് ഒരു സിയർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു വളരെ ആധികാരികമായൊരു ഡാറ്റാബേസ് അവർക്കുണ്ട് വർഷങ്ങളായിട്ട്. നമ്മളെ സംബന്ധിച്ചൊരു പുതിയ സംരംഭമാണ് ഈ ക്യാൻസറിൻ്റെ ഒരു സർവൈവൽ റേറ്റ് ഒക്കെ വെളി വരുന്നത്. പക്ഷേ സിയർ ഡാറ്റാബേസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു സർവൈവൽ ഇതല്ല, 90% പേരും ജീവിക്കുന്നു. അപ്പം അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അമേരിക്കയിൽ വളരെ സ്ക്രീനിങ്, ഞാനിപ്പോൾ നമ്മുടെ ഒരു പ്രധാന സബ്ജക്റ്റാണ് സ്ക്രീനിങ്. ആ സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു ചികിത്സ ക്യാൻസർ നിർണയോപാധി അത് വളരെ പ്രചാരം നേടിയിട്ടുണ്ട്. നമ്മൾ ആ സ്ക്രീനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പം ഡോക്ടർ ബ്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റു തരം ക്യാൻസറുകൾ ഇപ്പോൾ തന്നെ ഗർഭാശയ ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ കോളോറക്ടൽ ക്യാൻസർ ഉണ്ട്, അങ്ങനെ പലതരം ക്യാൻസറുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എങ്ങനെയാണ് സർവൈവൽ പീരീഡ്, എങ്ങനെയാണ് ബ്രസ്റ്റിൻ്റെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ? അതെ, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇപ്പോൾ RCCയിലെ പഠനങ്ങളിൽ 3 പ്രധാന സ്ഥലങ്ങളിലെ ക്യാൻസറാണ് നമ്മൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത് ഇപ്പം സ്തനാർബുദത്തിന് പുറമെ ഗർഭാശയമുള്ള ക്യാൻസറിൽ ഈ ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിട്ടുള്ള സർവൈവൽ നോക്കിയപ്പോഴത്തേക്കും 60% ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് അമേരിക്കയിലെ കണക്കുമായിട്ട് ഏതാണ്ട് ഇതാണ്. അമേരിക്കയിലും ഒരു 60-65-70% ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹെഡ് ആൻഡ് ക്യാൻസേഴ്സ്, വായിലേക്ക് വരുന്ന ക്യാൻസറുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും 3 വർഷം കഴിയുമ്പോഴത്തേക്കും 50% ആൾക്കാരാണ് ജീവനോടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു വളരെ ആശാവഹമായ ഒരു നേട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് പല ക്യാൻസറുകളിലും 50%-ൽ കൂടുതൽ ആൾക്കാർക്ക് നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നുണ്ട്, വളരെ വൈകി വരുന്ന സ്റ്റേജ് ആണെങ്കിൽ കൂടെ. അത് ഒരു വിജയമാണ് നമ്മൾ. അതായത് ഈ മരണത്തിന്റെ വ്യാപാരിയാണ്, മരണത്തിന്റെ പര്യായമാണ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് ജനമനസ്സിൽ കിടക്കുന്ന ഈ ഭീതിക്ക് വലിയ അടിസ്ഥാനമില്ല. നമ്മൾ ഇഞ്ചിഞ്ചായിട്ടാണെങ്കിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ അമേരിക്ക പോലെ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ മുന്നേറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സർവൈവൽ റേറ്റ് ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? അതെ, അപ്പം പ്രധാനമായും നമ്മൾ എന്തുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദേശ രാജ്യത്തും നമ്മുടെ രാജ്യത്തുമുള്ള ഒരു ക്യാൻസറിൻ്റെ ഒരു ഇൻസിഡൻസ്, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ കൂടിയ ക്യാൻസർ, വളരെ അഡ്വാൻസ് ആയിട്ട് ക്യാൻസർ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയുന്നത് ഈ ക്യാൻസറുകൾ നേരത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനുള്ള ചില രോഗനിർണയോപാധികൾ അത് പ്രചുരമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു വികസിത രാജ്യങ്ങളിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ, സ്തനാർബുദത്തിനുള്ള ഒരു നിർണ്ണയം, അതായത് മാമോഗ്രാഫിക് സ്ക്രീനിങ്. അപ്പോൾ മാമോഗ്രാഫി സ്ക്രീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്തനാർബുദം അത് ഒരു കട്ടി കാണുന്നതിനും വളരെ മുമ്പ് തന്നെ, ഒരു പക്ഷേ സ്തനാർബുദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിലേക്കുള്ള ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ആ ഒരു ഘട്ടത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അസുഖം വന്നിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് വൈകിയതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും വളരെയധികം നമുക്ക് ഗുണം കിട്ടുന്നതാണ്. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത് പറയാമോ? ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗീതയാണ് വിളിക്കണേ. തൃശ്ശൂരിൽ നിന്ന് ഗീത. ഡോക്ടറോട് സംസാരിക്കാം. പറയൂ ഗീത. ഡോക്ടർ, ഞാൻ ഗീത. ഡോക്ടർ, എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാല് എനിക്ക് ലെഫ്റ്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂര് ഡോക്ടർ പ്രേമ ഡോക്ടർ പേഷ്യന്റ് ആണ്. എനിക്ക് കീമോതെറാപ്പി 9 എണ്ണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 8 മാസം ഞാൻ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് എനിക്ക് വയറ്റിൽ വേദനയാണ് ആദ്യമായിട്ട് കണ്ടത്. ഇപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് വയറ്റിൽ വേദന വന്നു. എന്റെ സ്കാൻ ചെയ്തപ്പോ ഡോക്ടർ വോയിസ് ബ്രേക്ക് ആവുന്നു, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പറഞ്ഞു
ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നുണ്ട്, ആ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞോളൂ. അപ്പൊ എനിക്കിപ്പോ രണ്ടാമതും ഇങ്ങനെ വന്നു അസുഖം. അത് ഇപ്പൊ കീമോതെറാപ്പി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഡോക്ടർ പറഞ്ഞത് 6 വേണമെന്നാണ്. അതിലിപ്പോ 4 കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് അത് ഡോക്ടർ മറുപടി പറയാം. ഇങ്ങനെ ഈ കീമോതെറാപ്പി കൂടി ഇത് മാറും, വീണ്ടും പ്രശ്നം ഉണ്ടാവോ? അതാണ് സംശയം, വീണ്ടും വരുമോ എന്നൊക്കെയുള്ള സംശയമാണ് അവരുടെ. ഡോക്ടർ പറയുന്നത് എനിക്കതിൻ്റെ ഇപ്പം കൂടുതൽ റിപ്പോർട്ടുകൾ കാണാതെ എനിക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷേ ചികിത്സ എടുക്കുന്നത് തൃശ്ശൂരാണല്ലേ? അതെ, മുളങ്ങൂത്തുകാവ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അതന്നെ. എനിക്ക് പക്ഷെ അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകൾ കാണാതെ എനിക്ക് ആധികാരികമായിട്ട് ഞാൻ പറയുന്നത് തെറ്റായ ഒരു ഇതായിരിക്കും. അത് ശരിയാ. ഇതാ ഡോക്ടർ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായല്ലോ. ചികിത്സിക്കുന്ന ഡോക്ടർമാരോട് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ശരി, താങ്ക് യു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കോള് വരുമ്പോൾ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവരെ ഭാഗ്യമായിട്ട് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയാം. നമുക്ക് അതിനെക്കുറിച്ചൊരു അതെ, നമ്മൾ സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം പലപ്പോഴും ഇപ്പം തന്നെ പരസ്യങ്ങൾ നമ്മൾ ധാരാളം, ഇന്ന് തന്നെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംശയം ചോദിച്ചൊരു കാര്യമാണ്, ഈ ഒരു തുള്ളി രക്തം പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള എല്ലാ ക്യാൻസറും അതുപോലെ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് വഴി അത്തരത്തിലുള്ള ഒരുപാട് തരം പ്രചരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാവുകയും ഒരു തുള്ളി രക്തം പരിശോധിച്ച് എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കുമെന്ന് ധരിച്ചു വെച്ചായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഡോക്ടർ സ്ക്രീനിങ്ങിന് നമുക്ക് ടെസ്റ്റിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വരാൻ പോകുന്നത്. അത് ഇത്തരം കാര്യങ്ങളുടെ ഒരു സംശയം ദൂരീകരിച്ച് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരുപാട് പേർ ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ RCC കഴിഞ്ഞ 30-40 വർഷമായിട്ട് നമ്മൾ ക്യാൻസർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. എന്നിട്ട് പോലും നമ്മളിപ്പോൾ പറയുന്നത് ഏതാണ്ട് 50%, 60%, 70% ക്യാൻസറുകളെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് എല്ലാ ക്യാൻസറുകളും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ചികിത്സിച്ച് മാറ്റാം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വിശ്വാസ്യത നമുക്ക് അറിയുന്നതേ ഉള്ളൂ. അതെ, അല്ല അത് തന്നെയല്ല, ഈ മാറ്റുന്നത് മാത്രമല്ല, ഒരു തുള്ളി രക്തം പരിശോധിക്കൂ, നിങ്ങളുടെ രോഗങ്ങളെല്ലാം എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായ അങ്ങനെ ഒരു ടെസ്റ്റ് നിലവിലില്ല. ഒരു സ്കാൻ ചെയ്താൽ മതി എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ. ശാസ്ത്രീയമായ രീതിയിൽ അതിന് യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ്. എനിക്കൊന്ന് ഒരുപാട് തട്ടിപ്പുകൾ ഇക്കാര്യം നടക്കണം. അതെ. എക്സിക്യൂട്ടീവ് ചെക്കപ്പിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത്? അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ഈ സോഷ്യൽ സർക്കിൾസിലൊക്കെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യവും ചെക്കപ്പ് നടത്താറുണ്ട്. 1-2 ടെസ്റ്റുകളുടെ പേര് പറയും. ഈ ടെസ്റ്റുകളൊക്കെ നടത്താറുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാം നോർമലാണ്, എനിക്ക് ക്യാൻസർ വരത്തില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 തരത്തിലുള്ള ക്യാൻസറുകൾ വരാം. അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റുകൾ മുഖേന കണ്ടെത്താം എന്നുള്ളതല്ലാതെ. ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. കോട്ടയത്ത് നിന്ന് സുമ ഡോക്ടറോട് സംസാരിക്കൂ. സാറേ നമസ്കാരം. നമസ്കാരം, പറയൂ സുമ. സാറേ പിന്നെ കഴിഞ്ഞ 2012 ജൂണിലെ അതെ എന്തൊക്കെ മാസ്റ്റക്ടമി കഴിഞ്ഞ റൈറ്റ് സൈഡ് അതെ അമൃതയിലാ ചെയ്തത്. അതെ. അപ്പം മാമോഗ്രാഫി ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോ ലെഫ്റ്റ് സൈഡിലും ചെറിയൊരു ഫൈബ്രോയിഡ് പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. റൈറ്റ് സൈഡാ കഴിഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ 6 മില്ലിമീറ്റർ ഉള്ളെന്നാ പറഞ്ഞത്. അതെ. അപ്പൊ അത് വല്ല കുഴപ്പത്തിലോട്ടും വരാൻ സാധ്യതയുണ്ടോ സാറേ? 6 മില്ലിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോ അഡിനോമ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതെ അതെ. അതുകൊണ്ട് അത് കുഴപ്പം വരാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളത് വളരെ കെയർഫുൾ ആയിരിക്കണം. അത് പിന്നെ റിമൂവ് ചെയ്യണോ ഇനി? അത് ഈ ക്യാൻസറിനെ പേടിച്ച് റിമൂവ് ചെയ്യണമെന്നില്ല. പക്ഷേ അത് കുറച്ച് വലുതാവുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുക. അതായത് വർഷം തോറും മാമോഗ്രാം ചെയ്യുക, അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കുക. അത്രയും ചെയ്താൽ മതി. സുമ, വിളിച്ചതിന് നന്ദി. അപ്പം നമ്മൾ സ്ക്രീനിങ്ങിലേക്ക് വരാം. അതെ, സ്ക്രീനിങ് ഇപ്പം ഈ അമേരിക്കൻ സൊസൈറ്റിയിലൊക്കെ ഈ സ്ക്രീനിങ്ങിൻ്റെ അതിൻ്റെ ഒരു ഫലത്തെക്കുറിച്ച് ഡോക്ടറോട് സൂചിപ്പിച്ചല്ലോ. ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ സാധ്യതകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്തുമാത്രം സഹായിക്കും? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? പ്രധാനമായിട്ടും ഈ വിദേശ രാജ്യങ്ങളുടെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ് കഴിയുന്ന സ്ത്രീകൾ എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യുക. എല്ലാ വർഷവും 65 വയസ്സ് വരെ. ശരി. അതുപോലെ തന്നെ മാമോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രധാനമായ ഒരു പരിശോധനയാണെങ്കിൽ കൂടെ കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ അതുകൊണ്ട് വളരെ ഉപകാരം കിട്ടത്തില്ല. കാരണം ഒരു നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഡെൻസിറ്റി ഒക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ്. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിട്ട് ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ ഒരു വർഷവും ഡോക്ടറെ സമീപിച്ചിട്ട് ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ നടത്തുക.
അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഇങ്ങനെ 3 പ്രധാന രീതികളാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഇപ്പം ചില പ്രത്യേക ജനിതക രോഗങ്ങളുള്ളവരിൽ ഇതിനൊക്കെ പുറമെ നമ്മുടെ പിന്നെ MRI സ്കാൻ അങ്ങനെയുള്ള ചില പ്രധാന ചികിത്സാ പിന്നെ രോഗനിർണയ സംഖ്യകൾ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ളത്. അതെ, അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ കൂടാതെ തന്നെ ഇവിടെ ഈ ഗർഭാശയങ്ങളെ ക്യാൻസറിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ, അതിന് ഏതുതരം സ്ക്രീനിങ് ആണ് ഫലപ്രദമായി തീരുന്നത്? അതെ, ഗർഭാശയ ക്യാൻസറിനുള്ള പ്രധാന ഒരു നിർണയോപാധി എന്ന് പറഞ്ഞാൽ പാപ് സ്മിയർ എന്ന് പറയും. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഗർഭാശയ ക്യാൻസറും നമ്മുടെ ലൈംഗിക പ്രവർത്തനവുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. അപ്പം ഒരു 30 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള പ്രസക്തിയുള്ളത്. അപ്പം 3 വർഷത്തിലൊരിക്കൽ ഈ ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എല്ലാ പിന്നെ ഗൈഡ്ലൈൻസ് റെക്കമെൻഡ്. അത് ഈ ആൾക്കാർ പരിശോധന നടത്താൻ നമ്മുടെ നാട്ടിലെ എൻ്റെ ഒരു നിരീക്ഷണം ഒരുപാട് സ്ത്രീകൾ അത് മടിക്കുന്നുണ്ട്. അതെ അതെ. പക്ഷേ അത് മടിക്കുന്നതിൻ്റെ ഒരു വേദനാജനകമായ പരിശോധനയാണെന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവില്ലേ? അതിനേക്കാൾ ഉപരി ആ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറും സർവൈക്കൽ ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നതിന്. അപ്പം ആ ഒരു നമ്മൾ പല പ്രാവശ്യം നേരത്തെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്യുകയുണ്ടായി ഈ ക്യാൻസറിന്റെ സാമൂഹ്യ വശങ്ങൾ. അതെ, അപ്പോൾ സാമൂഹ്യ വശത്തിലേക്ക് വരുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ആരാണ്? തൃശ്ശൂരിൽ നിന്ന് ഗായത്രി. ഗായത്രി, ഡോക്ടറോട് സംസാരിക്കും. ചോദിച്ചോളൂ. മൈലോമ പേഷ്യന്റ് 4 വർഷമായിട്ട്. അതെ. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിഞ്ഞു. അതായത് ഒരു ടാബ്ലറ്റ് താലിഡോമൈഡ്. എത്ര വയസ്സുണ്ട്? നമുക്ക് ഒരു 50 ഉണ്ട്. 50? അതെ. അത് എത്ര കൊണ്ട് ക്യൂറബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മൈലോമ പലപ്പോഴും വളരെ ഉപദ്രവം ചെയ്യാത്തൊരു അസുഖമാണ്. വർഷങ്ങളോളം അത് വളരെ കുഴപ്പമില്ലാതെ പോവുകയും സാധാരണഗതിയിൽ കുറച്ചുകൂടെ പ്രായം ചെന്നവരാണ് കണ്ടുവരുന്നത്. എന്തോ? അതെ അതെ. അപ്പം പ്രത്യേകിച്ചും ശല്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം, ദോഷമൊന്നും ഇല്ല. വേറെ കുഴപ്പമില്ല, ക്ഷീണം അത്രേ ഉള്ളൂ. അതെ, അപ്പൊ പിന്നെ അത് വളരെ നല്ലവണ്ണം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അത് ക്യൂറബിൾ ആണോ? അതെ, ക്യൂറബിൾ ആയിട്ടുള്ള അസുഖമാണത്. ഗായത്രി, വിളിച്ചാണ് നന്ദി. താങ്ക് യു. നമ്മൾ ഈ സോഷ്യൽ സ്റ്റിഗ്മയുടെ കാര്യം പറഞ്ഞു. ഇപ്പം കാശ്മീർ പരിശോധന മൂലം പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ സെർവിക്കൽ ക്യാൻസറിനെ നല്ലൊരു അളവ് വരെ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ മുന്നിലുണ്ട്. അതെ. ഇപ്പോൾ നമുക്ക് അതിനുള്ള പരിശോധന സൗകര്യങ്ങളുണ്ട്. വളരെ സിമ്പിളായിട്ട് പരിശോധിക്കാവുന്നതാണ്. പക്ഷേ പലരും അതിന് തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം സോഷ്യൽ സ്റ്റിഗ്മ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്? അതെ, അപ്പം സോഷ്യൽ സ്റ്റിഗ്മയുടെ കാരണങ്ങൾ പലതാണ്. അപ്പം അതിനെ എന്തുകൊണ്ടുണ്ടാവുന്നതിനേക്കാൾ അത് എങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഈ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഒരു സ്ക്രീനിങ്ങിൻ്റെ പ്രാധാന്യം. ഇപ്പം സർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ ക്യാൻസർ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഗർഭാശയ ക്യാൻസർ വരുന്നതിൻ്റെ 10-15 വർഷം മുമ്പ് അതിലേക്കുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. അതെ, എനിക്കൊന്ന് ഈ ഒരു വൈറ്റൽ ഇൻഫർമേഷൻ പലരും അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പം ക്യാൻസർ, പ്രത്യേകിച്ച് ഗർഭാശയ ക്യാൻസർ വരുന്നതിന് 10-15 വർഷം മുമ്പ് വരെ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു ഇൻഫർമേഷൻ ജനങ്ങളിൽ എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി, ഒരു കർത്തവ്യം. ഓക്കെ, നമുക്ക് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ഹലോ സാർ. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ബിന്ദു. ബിന്ദു എവിടെ നിന്ന് വിളിക്കുന്നു? കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുനിന്ന്. കണ്ണൂർ ജില്ലയെന്ന് പറഞ്ഞോളൂ. സാറേ, സാർ കേൾക്കാൻ പറഞ്ഞോളൂ ബിന്ദു. എനിക്ക് നാവിന് 2000-ൽ നാവിന് അസുഖം വന്നായിരുന്നു. അതെ. അപ്പൊ ഞാൻ ആരോഗ്യ മാസികയെല്ലാം വായിച്ചു. എനിക്ക് തൈറോയിഡിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആരോഗ്യ മാസികയെല്ലാം വായിച്ചു തൈറോയിഡ് ഗ്രന്ഥിക്ക് റേഡിയേഷൻ കൊണ്ടാലും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്ന്. അതെ, അസുഖം വന്നത് നാവിലല്ലായിരുന്നു? നാവിന്. എന്ത് അസുഖമായിരുന്നു? എന്ത് അസുഖമായിരുന്നു വന്നത്? ക്യാൻസർ തന്നെയാണ്. അതെ, 2000-ൽ. അതിപ്പോ നമ്മൾ വളരെ വർഷങ്ങൾ കഴിഞ്ഞില്ലേ? അതെ, തിരുവനന്തപുരത്ത് ക്യാൻസർ സെന്ററിലെ അഹമ്മദ് ഇക്ബാൽ സാറായിരുന്നു ചികിത്സ നടത്തിയത്. അതെ അതെ, അദ്ദേഹം നമ്മുടെ പ്രൊഫസറാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാണ്. സാർ കോടിയേരിയിലെപ്പോഴായിരുന്നു മലബാർ ക്യാൻസർ സെന്ററിൽ ഉണ്ടായിരുന്നു സാർ, ഡയറക്ടറായിട്ട്. ആ സംശയം സാറിനോട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പം ഒരു ക്യാൻസറിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന കണക്ക് ക്യാൻസറിന്റെ ചികിത്സയ്ക്കും ചില സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കുമെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. സാർ, കോടി ക്യാൻസർ സെന്ററിലെ സതീഷ് ആ ഒരു സാറിന്റെ അടുത്ത് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു റേഡിയേഷൻ കൊണ്ടാല് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, പേടിയല്ലേ ഉള്ളൂ.
അല്ലേ? അപ്പം അത് ആ പേടിയുള്ള ഒരു വിധത്തിൽ നല്ലതാണ്. നമ്മളെ അത് കുറച്ചുകൂടി ജാഗരൂകരാക്കും. നമുക്കത് ഇടയ്ക്കിട്ട് കുഴപ്പം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അത് അങ്ങനെ നിങ്ങളെ ഒന്ന് അലേർട്ട് ചെയ്യാൻ മാത്രമേ ഡോക്ടർ ഉദ്ദേശിച്ച് കാണത്തുള്ളൂ. അല്ലാതെ സതീഷ് ഡോക്ടർ ഒരിക്കലും അങ്ങനെ പറയില്ല. വിളിച്ചതിന് വളരെ നന്ദി കേട്ടോ. സാറ് പറഞ്ഞേ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. വിളിച്ചതിന് വളരെ നന്ദി. ഓക്കെ. ഈ ചെറിയ കാര്യങ്ങൾ പോലും ആർക്കാലും ഭയം ജനിപ്പിക്കുന്നു. കാരണം അത് നല്ല ഉദ്ദേശത്തോട് ചിലപ്പോൾ ഡോക്ടർ ചിലപ്പം പറയുന്ന കൂട്ടത്തിലും അതിന്റെ നെഗറ്റീവ് വശം മാത്രം ചില ആൾക്കാർ, പ്രത്യേകിച്ച് അത് വേറൊരു കാര്യത്തിലേക്കാണ് നമ്മുടെ നാട്ടിലെ ഒരു അതായത് നല്ലൊരു സോഷ്യൽ കൗൺസിലിങ്ങിന്റെ അതാണ് കറക്റ്റ്. അപ്പം നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ ഇപ്പം നമ്മുടെ രോഗികളെ കണ്ടു കഴിഞ്ഞിട്ട് രോഗത്തിന്റെ കാര്യങ്ങൾ പലപ്പോഴും ഡോക്ടറാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം അടുത്ത ഘട്ടം എന്ന നിലയിൽ ഒരു സൈക്കോ സോഷ്യൽ കൗൺസിലറാണ് പല രാജ്യങ്ങളിൽ ഇത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇത്തരം ആശങ്കകൾ നീക്കാൻ ഒരു പക്ഷേ ഒരു ബിസി ഡോക്ടർക്ക് സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ അത് ഒരു കൗൺസിലർക്ക് ചെയ്യാൻ പറ്റും. അതിനൂടെ നമ്മളൊരു അത്തരം ഒരു മേഖലകളിലേക്കൂടെ അതൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന മേഖലകളാണ്. ആ മേഖലകളൊക്കെ നമ്മൾ തുറക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ഗർഭാശയങ്ങളെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റേത് തരം ക്യാൻസറാണ് ഇത്തരം സ്ക്രീനിങ്ങിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? പിന്നെ ഒരു പ്രധാനമായ ഒരു ക്യാൻസർ വിദേശ രാജ്യങ്ങളിൽ വളരെ സാധാരണമാണ് കുടലിന് വരുന്ന ക്യാൻസർ, കുടൽ മലാശയം എന്ന ക്യാൻസർ. അപ്പം അതും സ്ക്രീനിങ് വഴി വളരെ നേരത്തെ കണ്ടുപിടിക്കുന്ന ക്യാൻസറാണ്. അപ്പോൾ സ്ക്രീനിങ്ങിനെ കുറിച്ച് പൊതുവെ പറയുകയാണെങ്കിൽ പ്രധാനമായും 3 തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് സ്ക്രീനിങ്ങിനുള്ളത്. അതായത് സ്ക്രീനിങ് നമ്മളൊരു സ്ഥലത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ സ്ഥലത്ത് ഈ പ്രത്യേക തരം ക്യാൻസർ സാധാരണമായിരിക്കണം. അതെ കൂടുതലായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട. അത് രണ്ടാമതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിശോധനാ സങ്കേതം കൊണ്ട്, ചിലവ് കുറഞ്ഞ പരിശോധനാ സങ്കേതം കൊണ്ട് ഇത് കൃത്യമായി. മൂന്നാമത്തെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖത്തിന് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായ ചികിത്സ നിലവിലുണ്ടായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഈ 3 മാനദണ്ഡങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ സ്ക്രീനിങ് കൊണ്ട് പ്രയോജനം വരികയുള്ളൂ. അപ്പം കുടലിൻ്റെയും സ്തനത്തിൻ്റെയും ഒക്കെ ക്യാൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഈ പറഞ്ഞ കണക്ക് ഇത് വളരെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിന് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹിസ്റ്ററി ഉണ്ട്. ശരി. അപ്പം അതങ്ങനെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയും. ശരി. അപ്പോൾ ഈ 3 കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ ക്യാൻസറുകൾ പ്രധാനമായിട്ടും സ്ക്രീനിങ്. അപ്പോൾ കുടലിന്റെ ക്യാൻസറാണ് പ്രധാനമായിട്ടും. കുടലിന്റെ ക്യാൻസറിന് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം? കുടലിന്റെ ക്യാൻസറിൽ എന്ന് പറഞ്ഞാൽ കുടലിൽ വരുന്ന ക്യാൻസറുകൾ ആദ്യം ചെറിയ കുമിളകൾ, പോളിപ്പ് എന്ന് പറയുന്ന കുമിളകളായിട്ടാണ് തുടങ്ങുന്നത്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് വളർന്ന് വളരെ ഇത് പ്രത്യേകിച്ചും ശാസ്ത്രരംഗത്ത് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഒരു അഡിനോമാസ് കാൻസിനോമ സീക്വൻസ് എന്ന് പറയും. അപ്പോൾ ഓരോ തരം ജനിതകം ചേഞ്ചുകൾ ഇങ്ങനെ വരുന്നു. അതിനുശേഷം പതുക്കെ അഡിനോമ വലിയ അഡിനോമയാവുന്നു, അതിൻ്റെ ഡിസ്പ്ലേസ് വരുന്നു, ഇതെല്ലാം കഴിഞ്ഞ് ക്യാൻസർ ആവുന്നു. അത് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പല ഘട്ടങ്ങളിലൂടെ കടന്നാണ്. അപ്പം ഈ വളരെ സിമ്പിളാണ്. ഡോക്ടറെ സംബന്ധിച്ചിട്ട് ഈ ഒരു കുഴൽ കടത്തിയിട്ട് എൻഡോസ്കോപ്പി കടത്തി നോക്കുമ്പോഴത്തേക്കും ചെറിയ കുമിളകൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഒരു കൊളോണോസ്കോപ്പിയാണ്. കൊളോണോസ്കോപ്പിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊളോണോസ്കോപ്പിക്ക് പല കാലദൈർഘ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 10 വർഷത്തിലൊരിക്കൽ, 50 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ടോട്ടൽ ചെയ്യുക. അല്ലെങ്കിൽ ഭാഗികമായിട്ട് കുടൽ നോക്കുകയാണെങ്കിൽ 5 വർഷത്തിലൊരിക്കൽ സിഗ്മോഡോസ്കോപ്പി ചെയ്യുക എന്നിങ്ങനെയുള്ളതാണ് പ്രധാന മാർഗ്ഗങ്ങൾ. ഇപ്പോൾ ഈ 3 ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ ഡോക്ടറുടെ ശ്രദ്ധയിൽ മറ്റേതെങ്കിലും തരം ക്യാൻസർ ഇപ്പോൾ സ്ക്രീനിങ് മൂലം കണ്ടുപിടിക്കാം, സ്ക്രീനിങ് മൂലം തടയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കാൻ പറ്റുമെന്നുള്ള അത്തരത്തിലൊരു ക്യാൻസർ വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ക്യാൻസറുകളിൽ ഒരു സ്ക്രീനിങ് ഒരു റെക്കമെൻഡേഷൻ എന്ന നിലയിൽ പറയാനായിട്ട് വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം സിംറ്റമാറ്റിക് സ്ക്രീനിങ് ആണ്. നമുക്കൊരു പ്രത്യേക സിംറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ വായിൽ വരുന്ന ക്യാൻസർ ആണുങ്ങളിൽ, ലങ്സ് ക്യാൻസർ കഴിഞ്ഞാൽ. അപ്പോൾ അത്തരം ക്യാൻസർ വരാണ് ഇപ്പോൾ വായൊന്ന് ഡോക്ടറെ പോയി പരിശോധിപ്പിക്കുക. അപ്പോൾ സിംറ്റംസ് ഇഗ്നോർ ചെയ്യാതിരിക്കുക, അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് അങ്ങനെയുള്ള സ്ക്രീനിങ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഞാൻ പറയാൻ വരികയായിരുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി കണ്ടുപിടിക്കാൻ പറ്റും. അത് PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. സാധാരണഗതിയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അത് വളരെയധികം കൂടിയിരിക്കും. ഒരു പക്ഷേ ഈ ഒരു ബ്ലഡ് പരിശോധന കൊണ്ട് പരിശോധിക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അങ്ങനെ ക്യാൻസർ ഉണ്ടെങ്കിൽ അതൊന്നും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ്. അതായിരിക്കും, അങ്ങനെ വല്ലതും ആയിരിക്കും ഒരു ഉദ്ദേശിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പം പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും? ബ്ലഡ് പരിശോധന അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പം നമ്മുടെ ചില പഠനങ്ങൾ നമ്മൾ കാണുന്നത് ഇപ്പം വയസ്സായ ഒരു ഓട്ടോപ്സി എന്ന് പറയും. ഓട്ടോപ്സി കഴിഞ്ഞ് അതായത് ഒരു മരിച്ച ആളുടെ ശരീരം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 80 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അതിൽ ഒരു 80% ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ചെറിയ തുടക്കം എല്ലാ ഇതിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശല്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് നാച്ചുറൽ സ്ലോ ഗ്രോവിംഗ് ആയിട്ടുള്ള ഇന്റർനൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു അസുഖങ്ങൾ നമ്മൾ അറിയാതെ കണ്ടുപിടിക്കപ്പെടുന്നു, ചികിത്സിക്കുന്നു. അതിന്റെ ആവശ്യമില്ല. അതെ. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഈ അടുത്ത കാലത്ത് വന്നൊരു പഠനത്തിൽ പറയുന്നത് ഈ പ്രോസ്റ്റേറ്റിന് റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി ചെയ്യുന്നതും വെറുതെ ഒബ്സർവ് ചെയ്യുന്നതുമായിട്ട് അവർ കമ്പയർ നോക്കിയപ്പോഴത്തേക്കും അതിന്റെ സർവൈവൽ സെയിം ആണ്.
അപ്പോൾ പല അങ്ങനെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിൽ ഉപരിയായിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫിനോമിനാണ്. നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം, ആരോഗ്യ ഭാരതത്തിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാണ് സംസാരിക്കുന്നത് പറയൂ? ശ്രീലേഖ. ശ്രീലേഖ എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, ശ്രീലേഖ എവിടുന്നാ വിളിക്കുന്നത് പറയൂ? കൊല്ലത്ത്. കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. ഡോക്ടറോട് സംസാരിക്കൂ. പറയൂ ശ്രീലേഖ. കൊല്ലത്തുനിന്ന്. പറഞ്ഞോളൂ. കൊല്ലത്തുനിന്ന്, കൊല്ലം. കേക്കാം. പറയൂ. പിന്നെ എനിക്ക് 2 വർഷത്തിന് മുമ്പ് ബ്രസ്റ്റിന്റെ ഒരു തടുപ്പ് വന്നായിരുന്നു. എത്ര വർഷം മുമ്പ്? ബ്രസ്റ്റിന്റെ ഒരു തടുപ്പ് വന്നായിരുന്നു. എപ്പോഴാണ്? അപ്പൊ ആ തടുപ്പ് ഇപ്പൊ ഞാൻ മാമോഗ്രാഫി ചെയ്തപ്പോ ബ്രസ്റ്റിന് തടുപ്പ് വന്നായിരുന്നു. എത്ര നാളായിട്ടുണ്ട് തടുപ്പ്? 2 വർഷത്തിന് മുമ്പ്. 2 വർഷം. ഓക്കെ, പറഞ്ഞോളൂ ശ്രീലേഖ, കേക്കാം. അതെന്താ എന്തോ മാമോഗ്രാഫിയിൽ എന്തായിരുന്നു കുഴപ്പം? മാമോഗ്രാഫിയിലെ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെ, 2 വർഷമായിട്ട് സിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിന് മാമോഗ്രാഫിയും സിസ്റ്റ് ആണെങ്കിൽ വലിയ കുഴപ്പം വരേണ്ട കാര്യമില്ല. സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സിസ്റ്റ്. അതെ, അത് കുഴപ്പമില്ല. സിസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ശ്രീലേഖ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഈ മുഴകൾ കാണുമ്പോഴെല്ലാം ആൾക്കാർക്ക് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ പരിശോധനയുടെ കാര്യം പറയുമ്പോഴെല്ലാം തന്നെ അതിനകത്തുള്ള മറ്റൊരു വശമാണിത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഇപ്പം ഒരുപക്ഷെ അതൊക്കെ അവയർനെസ് കൂടുന്നതുകൊണ്ടാവാം, അതിൻ്റെ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇത് തന്നെ ചെറിയൊരു ഫോബിയായിട്ട് മാറുന്നുണ്ട്. അതെ, അപ്പോൾ സ്ക്രീനിങ്ങിനെതിരെ പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു ഇതാണ്. അപ്പം അതായത് ഇപ്പം ഒരു 10,000 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ മാമോഗ്രാഫി ചെയ്യുമ്പോഴത്തേക്കും അതിൽ ശരിക്കും ഒരു 100 പേർക്ക് അല്ലെങ്കിൽ ഒരു 50 പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഇത് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം ഒരു പക്ഷേ 1000 പേര് കണ്ടെത്തിയെന്ന് വരും. അപ്പോൾ അത്രയും പേരിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ സ്ക്രീനിങ്ങിനെതിരെ പലപ്പോഴും വരുന്ന ഒരു അപവാദം. അതൊരു ഒരു പരിധിവരെ ശരിയാണ്, ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് ഗുണം നോക്കുമ്പോൾ അത് വളരെയധികം ഉപകാരപ്രദം. ഈ ഗുണം നോക്കുമ്പോൾ ഉപകാരപ്രദമെന്ന് ഡോക്ടർക്ക് പറയാനായിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? മീൻസ് ഈ ക്യാൻസർ സെന്ററിൽ അത്തരം എന്തെങ്കിലും പഠനം? അതെ, ക്യാൻസർ സെന്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ മാമോഗ്രാഫിക് സ്ക്രീനിങ് നമ്മുടെ നാട്ടിൽ പ്രചാരം നേടാത്തതിന് ഒരു പ്രധാന കാരണം വിദേശ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്തനാർബുദത്തിൻ്റെ റേറ്റ് പോലും ഇപ്പോൾ കുറവാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡംസിൽ ഒരു 130 പേർക്ക് 1,00,000 പേരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു എന്നിരിക്കട്ടെ സ്ത്രീകളിൽ. നമ്മുടെ ഇവിടെ 30 പേർക്കേ വരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ഇൻസിഡൻസ് കുറവായതുകൊണ്ട് മാമോഗ്രാം എല്ലാവരെയും കൊണ്ടും ചെയ്യിക്കുക എന്നുള്ളത് ഒരു കോസ്റ്റ് ഒരു കാര്യമല്ല. അതേസമയം നമ്മുടെ നാട്ടിൽ വേറെ ചില ലളിതമായ ചികിത്സ സങ്കേതങ്ങൾ, അതായത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബ്രസ്റ്റ് പരിശോധിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ RCCയിൽ നടന്ന പ്രധാനമായ 2 പഠനങ്ങളില്ല. ഒന്ന് ഈ രണ്ടും ഏതാണ്ട് 1,00,000 പേരെ വെച്ചിട്ട് നടത്തിയ പഠനങ്ങളാണ്. അത് ക്ലസ്റ്റർ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറയും. അപ്പോൾ 1,00,000 പേരിൽ 50,000 പേർക്ക് നമ്മളൊരു പ്രത്യേക ഇൻ്റർവെൻഷൻ. അപ്പോൾ അതായത് ഇതിലെന്താ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക വില്ലേജ്, കിഴക്കോട്ട് മേലുള്ള വില്ലേജുകളിലൊക്കെ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ്, ഡോക്ടേഴ്സുമല്ല, ഹെൽത്ത് വർക്കേഴ്സ് കടന്നു ചെന്നിട്ട് അവർ ഈ സ്ത്രീകളെ പരിശോധിച്ച് നോക്കി. സമ്മതമുള്ള സ്ത്രീകളിലേക്ക് സ്തനാർബുദം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയതിന് ശേഷം 50,000 പേര് അങ്ങനെ ചെയ്തു, 50,000 പേര് ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഈ 2 വിഭാഗത്തിലും ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മരിച്ചവരുടെ സംഖ്യ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ഒരു ഗ്രൂപ്പിന് ക്യാൻസർ വന്ന് മരിച്ചവരുടെ സംഖ്യ കുറവായിട്ട് കണ്ടു. അപ്പോൾ അതൊരു പ്രധാന ഒരു വലിയൊരു ലാൻഡ്മാർക്ക് സ്റ്റഡിയാണ്. അതെ. അതുപോലെ ഈ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സംവിധാനത്തെ സ്ക്രീനിങ്ങിൻ്റെ, അതുപോലെ ഈ ഓറൽ ക്യാൻസറിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സാധാരണമായ ഒരു ക്യാൻസർ ആയതുകൊണ്ട് ഓറൽ ക്യാൻസറിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു പഠനം നടക്കുകയുണ്ടായി. അതിന്റെ റിസൾട്ട് എങ്ങനെയാണ്? അപ്പോൾ അതിന്റെ റിസൾട്ടും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതിലും ഏതാണ്ട് 1,00,000-ഓളം പേരുണ്ടായിരുന്നു. ക്ലസ്റ്റർ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ ആയിരുന്നു. അതിലും ഈ പറഞ്ഞ പോലെ ഇന്റർവെൻഷൻ ഗ്രൂപ്പിന് മരണസംഖ്യ കുറവായിരുന്നു. അപ്പോൾ വളരെ ഫലപ്രദമാണ് ഇന്റർവെൻഷൻ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുണ്ട്. വെറുതെ പറയുന്ന കാര്യമല്ല. മറ്റൊരു കാര്യം, ഇപ്പം ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ക്രീനിങ് ഒരു വലിയ ഒരു പദ്ധതിയായിട്ട്, ഒരു മാസ് പ്രോഗ്രാമായിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല? അതെ, അതിൻ്റെ പ്രധാനമായ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനപ്പുറത്തേക്ക് ഒരു തലമുണ്ട്. അതായത് നമ്മൾ ഇത്രത്തോളം പൈസ ചിലവാക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് ഒരു രോഗിക്ക് കിട്ടുന്ന ഗുണം, അതിന് സാധാരണഗതിയിൽ പറയുന്നത് ഈ ലൈഫ് ഈസ് സേവ്ഡ് ബൈ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ്. ശരി. അപ്പോൾ സാധാരണ അമേരിക്കയിൽ പറയുന്നത് ഒരു രോഗിയുടെ ഒരാളുടെ ഒരു വർഷം ആരുടെ ആയിക്കോട്ടെ ജീവിതം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി വരുന്ന ചിലവ് $50,000 ആണ്. അപ്പം അതിൽ കൂടുതലായി കഴിയുമ്പോഴത്തേക്കും അത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല എന്ന് പറയുന്നു. ശരി. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് അത്രയും ഇൻസിഡൻസ് അവിടെ കൂടുതലാണ്, എന്നിട്ട് പോലും അതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിലും ഭീമമായിരിക്കും ചിലവ്. അപ്പോൾ അത്ര ഭീമമായൊരു ചിലവ് നേരിടാനായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ റിസോഴ്സ് അനുവദിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി പറ്റിയെന്ന് വരത്തില്ല. അതേസമയം ഒരു വ്യക്തി എന്ന നിലയ്ക്ക്
നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗൈഡ് ലൈൻസ്, അമേരിക്കൻ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നതാണ്. അതായത് 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് പോയി മാമോഗ്രാം ചെയ്യുക, സ്വന്തമായിട്ട് സാമ്പത്തികം കണ്ടെത്തിയതിന് ശേഷം. അതുപോലെ തന്നെ പിന്നെ കോളറക്ടൽ ക്യാൻസേഴ്സ് 10 വർഷത്തിലൊരിക്കൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക, എന്നിങ്ങനെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ അതൊരു ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു, അതേസമയം ഇതിൻ്റെ ഒരു മാസ് പ്രോഗ്രാമായിട്ട് പോകുന്നതിൻ്റെ ചില പരിമിതികൾ പറഞ്ഞു. എന്നാൽ കുറച്ച് സാമ്പത്തിക ശേഷിയുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന സ്പോൺസർ ചെയ്യുന്നവരോ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്നവരോ ഇത് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് അഡ്വൈസ് കൊടുക്കാൻ സാധിക്കും? അഡ്വൈസ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതചര്യകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ കടക്കുന്നില്ല. ടെസ്റ്റുകൾ വഴി കണ്ടുപിടിക്കാൻ പറ്റിയ ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 സ്തനാർബുദം, ഗർഭാശയങ്ങളെ ക്യാൻസർ, അതുപോലെ തന്നെ നേരത്തെ കോളറക്ടൽ ക്യാൻസർ. അപ്പോൾ ഈ 3 ക്യാൻസറുകളാണ് ടെസ്റ്റുകൾ വഴി കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ നിലവിലുണ്ട്. അപ്പം നമുക്ക് റുട്ടീനായിട്ട് വേണമെങ്കിൽ ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയരാകാം. അങ്ങനെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പറ്റും. വളരെ സന്തോഷകരമായ ചില പിന്നെ അനുഭവങ്ങളിലൂടെ തന്നെ ചില കാര്യങ്ങൾ ഡോക്ടറോട് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കത് എന്തായാലും ഈ പൊതുജനങ്ങൾക്ക് പൊതുവേയുള്ള ഒരു ധാരണ ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്, അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടാതെ രക്ഷപ്പെടുമോ എന്നുള്ള അതിലും വലിയ ആശങ്കയുണ്ട്, ഭയങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ ഒരു മറുപടിയാണ് ഡോക്ടറുടെ ഈ വർത്തമാനമെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാരണം ചില ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും, അതിന് മെത്തേഡ്സ് ഉണ്ട്, ആ മെത്തേഡ്സ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പരിപാടിക്ക് വന്നതിന് നന്ദി. നമസ്കാരം.